അത് സംഭവം മുന്നിൽ എടുത്താൽ പഠിക്കണില്ല. ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ തമ്മിൽ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ. അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്തനെ അറിയുമ്പോഴുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും നിന്നുള്ള ഉണ്ണിമൂന്തൻ മേജർ എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ നമ്മൾ ആദ്യം എന്താ പറയുക? ഒരു തള്ളയായിട്ട് ചെയ്തു. അങ്ങനെയുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണെന്നത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ അമ്മേനെയും കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അത് ഭർത്താവിൻ്റെ അനിയനാണ്. ഞങ്ങളെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമൂന്നിൻ്റെ വെയിറ്റ് ഏതാ കറക്റ്റ്. ഭയങ്കര ടെക്നിക്കാണ്. കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് അതൊരു സംഭവം. മുന്നിൽ എടുത്താൽ പഠിക്കണില്ല.